ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് 2 ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ചേരുവകളൊന്നും വേണ്ടാത്തൊരു സ്നാക്സാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 5 ചെറിയ ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 2 തന്നെ മതിയാവും. ഉരുളൻകിഴങ്ങ് ആദ്യം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറമേയുള്ള തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കട്ട കൂടാതെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചപ്പ് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. കൈവച്ച് തന്നെ ഇത് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോളുകളാക്കി ഫ്രൈ ചെയ്യാൻ പാകത്തിനാക്കിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റാം. ഞാനിപ്പോൾ എല്ലാം ഒന്ന് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്തൊരു സ്നാക്സാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ അതുപോലെ തന്നെ ബാലൻസ് വന്നിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആവുമ്പോൾ തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടി അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ ഇതിലേക്ക് ഒഴിച്ചെടുത്ത എണ്ണ അതുപോലെ തന്നെ ഇതിൽ ബാലൻസ് വന്നിട്ടുണ്ട്. ഉരുളൻകിഴങ്ങും കോൺഫ്ലോറും ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. ചിക്കൻ ഉണ്ടെങ്കിൽ അതും ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇതുവരെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.